നമസ്കാരം. പ്രധാന വാർത്തകൾ. വടക്കഞ്ചേരിയിൽ പള്ളി ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. വടക്കഞ്ചേരിയിൽ വീണ്ടും മോഷണം. വടക്കഞ്ചേരി മുഹദ്ദീൻ ഹനഫി പള്ളിയിൽ ഭണ്ഡാരം കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വടക്കഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. എല്ലാ ആഴ്ചയിലും തുറക്കുന്ന ഭണ്ഡാരമായതിനാൽ വലിയ സംഖ്യ നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പ്രദേശത്ത് സമീപകാലത്ത് മോഷണ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. അതിനാൽ അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസ് തീരുമാനം. വടക്കഞ്ചേരി മേഖലയിൽ ദേശീയപാതയോരം കേന്ദ്രീകരിച്ചുള്ള മോഷണം നേരത്തെ പോലീസിന് തലവേദനയായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ മേഖലയിൽ ദേശീയപാതയോരം കേന്ദ്രീകരിച്ച് 7 മോഷണങ്ങളാണ് നടന്നത്. ഇതിൽ 5 സംഭവത്തിൽ പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. പാലക്കാട് കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമിയിൽ അസ്ഥികൂടം. പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമിയിൽ അസ്ഥികൂടം കണ്ടെത്തി. ഇന്നലെ വൈകിട്ട് പ്രദേശത്ത് വിറക് ശേഖരിക്കാനെത്തിയ നാട്ടുകാരാണ് അസ്ഥികൂടം കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തി അസ്ഥികൂടം കസ്റ്റഡിയിലെടുത്തു. പ്രദേശത്ത് ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. 4 മാസം മുമ്പ് വിറക് ശേഖരിക്കാൻ പോയ പ്രദേശവാസിയെ കാണാതായതായി നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. ഇതനുസരിച്ച് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവിലയിൽ കുറവ്. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കുറഞ്ഞു. തുടർച്ചയായ 2ാം ദിനമാണ് സ്വർണ്ണവില കുറയുന്നത്. 1 പവൻ സ്വർണ്ണത്തിന് ഇന്ന് 80 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും 80 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 53,000-ലേക്ക് എത്തി. 1 പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില 52,920 രൂപയാണ്. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ സ്വർണ്ണവില കുറഞ്ഞത്. സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണ്. നാളെ അക്ഷയ തൃതീയ ആയതിനാൽ വില കുറയുന്നത് ഉപഭോക്താക്കളിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. 16-കാരിക്ക് രാത്രി പിറന്നാൾ കേക്കുമായി എത്തിയ യുവാവിന് ബന്ധുക്കളുടെ മർദ്ദനം. പെൺകുട്ടിയെ കാണാൻ ബന്ധുവീട്ടിലെത്തിയ യുവാവിന് മർദ്ദനം. പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസിനാണ് പരിക്കേറ്റത്. കൊല്ലം തേവലക്കരയിലാണ് സംഭവം. പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ പോക്സോ കേസെടുത്തു. തേങ്ങ തുണിയിൽ കെട്ടി തന്നെ അടിച്ചെന്ന് യുവാവ് പറയുന്നു. കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചുവെന്നും ആക്ഷേപമുണ്ട്. യുവാവിന്റെ ശരീരത്തിൽ നിരവധി പാടുകളുണ്ട്. 16-കാരിക്ക് പിറന്നാൾ കേക്കുമായി എത്തിയപ്പോഴായിരുന്നു സംഭവം. തേഞ്ഞിപ്പാലം പോക്സോ കേസ്. തുടക്കം മുതൽ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന് ഇരയുടെ മാതാവ്. തേഞ്ഞിപ്പാലം പോക്സോ കേസിൽ പോലീസിനും പ്രോസിക്യൂഷനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇരയുടെ മാതാവ്. പോലീസ് തുടക്കം മുതൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇരയുടെ മാതാവ് പറയുന്നത്. പ്രോസിക്യൂഷൻ കേസിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയില്ല. പ്രതികളെ വെറുതെ വിട്ടത് ഇരയോടുള്ള നീതികേടാണെന്നും അവർ പ്രതികരിച്ചു. തേഞ്ഞിപ്പാലം പോക്സോ കേസിൽ 2 പ്രതികളെയും കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു. കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് വിചാരണയെ പ്രതികൂലമായി ബാധിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ നിലപാട്.